ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 26ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ 6th കോഡുകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 6th കോഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ കണ്ടു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മേജർ 7th കോഡ് എങ്ങനെ വായിക്കാം, മേജർ 7th കോഡ് എങ്ങനെ വായിക്കാം എന്നാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം, ഒരു റൂട്ടിൽ ഇതെല്ലാം നമുക്ക് റൂട്ട് അറിഞ്ഞിരിക്കണം, എല്ലാ സ്കെയിലുകളുടെ റൂട്ട് അറിയണം. ആ റൂട്ടിൽ എങ്ങനെയാണ് നമ്മൾ 7th കോഡ് മേജർ 7th കോഡ് വായിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഒരു റൂട്ട് എടുത്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കിന്ന് ഡി മേജർ റൂട്ട് എടുത്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പം ആ റൂട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഡി മേജർ റൂട്ടിൽ വരുന്നത് ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി. ഓക്കെ, ഇതാണ് റൂട്ടിൽ വരുന്നത്. അപ്പോൾ ഈ മേജർ 7th കോഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആ റൂട്ടിലെ ഈ കോഡിനോടൊപ്പം ഏതാണോ നമ്മൾ ഏത് റൂട്ടിൻ്റെ കോഡാണോ, അതായത് ഡി മേജർ റൂട്ടിൻ്റെ കോഡാകുമ്പോൾ ഡി മേജർ കോഡ്, ഡി മേജറിൻ്റെ മേജർ 7th ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പം ഡി മേജർ റൂട്ടിലെ മേജർ 7th വായിക്കാൻ ഡി മേജർ റൂട്ടിലെ 7ാമത്തെ നോട്ടും കൂടെ ചേർത്ത് വായിച്ചാൽ മതി. ആ കോഡിൻ്റെ കൂടെ 7ാമത്തെ നോട്ടും കൂടെ ചേർത്ത് വായിച്ചാൽ മതി. അപ്പോൾ ഏതൊരു മേജർ 7th കോഡ് വായിക്കണമെങ്കിലും ആ റൂട്ടിലെ 7ാമത്തെ നോട്ടും കൂടെ, ആ റൂട്ടിലെ 7ാമത്തെ നോട്ട് അറിയാലോ, 7 സ്വരങ്ങളാണ് വരുന്നത്. അപ്പം ആ റൂട്ടിലെ 7ാമത്തെ നോട്ടും കൂടെ ചേർത്ത് വായിക്കുക. അപ്പോൾ ഈ റൂട്ടിലെ ഒന്നെന്ന് പറയുന്നത് ഡി ആണ്. ഡി 1, ഇ 2, എഫ് ഷാർപ്പ് 3, ജി 4, എ 5, ബി 6, സി ഷാർപ്പ് 7. അപ്പോൾ സി ഷാർപ്പ് ആയിരിക്കും അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക. സി ഷാർപ്പാണ് 7ാമത്തെ നോട്ട്. അപ്പോൾ ഈ 1, 3, 5, 7 അതാണ് ഇതിൻ്റെ ഫോർമുല. റൂട്ടിൽ നമ്മൾ കോഡ് പിടിക്കുമ്പോൾ 1, 3, 5 നോട്ടുകളാണ് ആ റൂട്ടിൽ കോഡ് പിടിക്കുന്നത്. അപ്പം 1, 3, 5 അതിൻ്റെ കൂടെ 7 കൂടെ ചേർത്ത് വായിച്ചാൽ അത് മേജർ 7th നോട്ട്. അത് ഏത് റൂട്ടിലും ആ 1, 3, 5, 7 കൂടെ ചേർത്ത് വായിച്ചാൽ അതിൻ്റെ മേജർ 7th നമുക്ക് ലഭിക്കും. അപ്പോൾ ഡി മേജർ കോഡ് എല്ലാവർക്കും അറിയാം. ഡി മേജർ കോഡിൻ്റെ ആ റൂട്ടിൽ 7ാമത്തെ നോട്ടായിട്ടുള്ള സി ഷാർപ്പോടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മേജർ 7th കോഡ് നമുക്ക് ലഭിക്കും. വളരെ എളുപ്പമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയം വരാൻ സാധ്യത കുറവാണ്. കാരണം ആ റൂട്ടിൽ ഏത് റൂട്ടാണോ എടുക്കുന്നത് അതിൻ്റെ മേജർ 7th വായിക്കാൻ ആ റൂട്ടിലെ ആ കോഡിനോടൊപ്പം ആ റൂട്ടിലെ 7ാമത്തെ നോട്ടും കൂടെ ചേർത്ത് വായിച്ചാൽ മതി. അപ്പം ഇതിലെ ഡി മേജറിലെ 7ാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി ഷാർപ്പാണ്. അപ്പോൾ ഡി മേജറിൻ്റെ കൂടെ ആ സി ഷാർപ്പോടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മേജർ 7th കോഡ് ലഭിക്കും. അപ്പോൾ വളരെയധികം എളുപ്പമാണ് നമുക്ക് ഇത് കോഡുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടത് റൂട്ട് നന്നായിട്ട് എല്ലാ റൂട്ടുകളും കാണാപ്പാടം നമ്മൾ പഠിക്കണം. ഏത് പ്രതിസന്ധിയിലും നമ്മളോട് ചോദിച്ചാൽ ആ റൂട്ട് നമുക്ക് അറിയായിരിക്കണം. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും പെട്ടെന്ന് റൂട്ട് ചോദിച്ചാൽ പോലും നമുക്ക് പറയാനായിട്ടുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ ആ റൂട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കോഡുകളെല്ലാം പെട്ടെന്ന് നമുക്ക് വായിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നമ്മളെടുത്ത ടോപ്പിക്കിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തന്നുകൊണ്ടും അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലൊക്കെ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് അയയ്ക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരം, അതായത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ പറയുന്നുണ്ട് വളരെ ഉപകാരമുള്ള വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് തന്ന്, അതായത് നമ്മുടെ വീഡിയോസിന് നിങ്ങൾ മാക്സിമം ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ വളരെ സപ്പോർട്ടീവാണ്. പിന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഉള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വളരെ ഒരു വേദിയായിട്ട് ഈ ഒരു ചാനൽ മാറും.
പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.